ഇത് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് കരുതുന്നു. ആയിരിക്കുന്നത് അന്ന് വന്നപ്പോൾ ഉള്ള സാധനം തന്നെയാണെന്നും കരുതുന്നു. Again, Tirumalalong kacingrum tang arnamo somar doan aphan baida kekro esong ahin pen puthod kevang thuji Jesu Kristo amen pen kardo മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആത്മീയമായിട്ട് എന്നെ നടത്തുവാൻ ദൈവം ഉപയോഗിച്ച മല്ലപ്പള്ളി അപ്പച്ചൻ, ജോൺ ചെറിയാൻ എന്ന് പറയുന്ന അപ്പച്ചനോ അവസാനം എന്നോട് ചോദിച്ചത്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കൂടി കണ്ടപ്പോൾ ചോദിച്ചത്, കർത്താവിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ആരാധിക്കുന്നതിൻ്റെ സുഖമൊന്ന് വേറെയാണെന്ന് പറഞ്ഞു. അപ്പച്ചൻ ഇന്നില്ല. എന്തായാലും ദൈവം എനിക്ക് അതിനുമുള്ള ഭാഗ്യം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ സന്തോഷിച്ച് പോണ കാരണം 7 വർഷം പോയത് അറിഞ്ഞില്ല. അതാണ് ഷോർട്ട് വേർഷൻ. പിന്നീട് ലോകത്തെല്ലാം പന്നിമൂക്ക് ധരിക്കേണ്ട കൊറോണ കർത്തൃമേശയും ആരാധനയും ഒക്കെ നമ്മിൽ നിന്ന് അകറ്റിയപ്പോൾ കാട്ടുവാസികളായ ഞങ്ങൾക്ക് ഇന്നും അതെന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലേറിയൊക്കെ ഇങ്ങനെ കിട്ടി സ്പ്ലീനും ലിവറും ഒക്കെ സൈസിലും വലുതായി ആൽക്കലൈനൊക്കെ അടിഞ്ഞു കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇഫ് യു വിൽ കീപ്പ് ഓൺ ഗെറ്റിംഗ് ദിസ് അറ്റ് ദ റേറ്റ് വിച്ച് യു ആർ ഗെറ്റിംഗ്, യു വോണ്ട് ഹാവ് മെനി മന്ത്സ് ലെഫ്റ്റ്. ഇതേ ഡോക്ടറിനെ തന്നെ കൊറോണയ്ക്ക് ശേഷം കാണുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനിതുപോലെ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മിഥുൻ, ഇയേഴ്സ് ബിഫോർ ഐ മെഡിക്കലി പ്രൂവ്ഡ് യു ഇറ്റ് വാസ് ബെറ്റർ ഫോർ യു ടു ലീവ് ദ പ്ലേസ്. അത് ഒരുപാട് വർഷം മുമ്പ് മെഡിക്കലി ഞാൻ തെളിയിച്ച് പറഞ്ഞതാണ്, വണ്ടി കിഴക്ക് ഭാഗത്ത് സ്റ്റാൻഡ് വിട്ട് പൊക്കോ. എന്നാൽ അതേ ഡോക്ടർ തന്നെ ദൈവനാമത്വത്തിനായിട്ട് പറഞ്ഞു, എന്നാൽ ഇന്ന് മിഥുനെ ഞാൻ പറയുന്നു, ദൈവം നിന്നെ കൊണ്ടു ചെന്ന് എത്തിച്ചത് ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമാക്കപ്പെട്ട മേഖലയിലാണ്. സ്തോത്രം, കാടിനായിട്ടും സ്തോത്രം. അന്ന് ബിജോയ് സഹോദരനും മൈന സഹോദരിയും അവരുടെ കുടുംബം ഇവിടെ വന്നിരുന്നല്ലോ. അതാണ് ആദ്യ ഫലം. വിക്രം സഹോദരൻ, ജിർലിൻ സഹോദരി, അതാണ് അതിന് ശേഷം. മൊഹന്തോ ആൻഡ് മല്ലിക, ഇത് പ്രാർത്ഥിക്കുവാനായിട്ട് എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. മൊഹന്തോ മല്ലിക കുടുംബം, അവരാണ് മൂന്നാമത്തേത്. 4 പൂർണിമ ജബോറാം കുടുംബം, അവർ സ്കൂളിൽ അധ്യാപികമാരാണ്. പൂർണിമ, അതെ ഞാൻ നിർത്തി പറയാം, പൂർണിമ ജബോറാം. ഒരു കുടുംബം കൂടിയുണ്ട്, വെൽക്കിങ്സൺ. ആ സ്കൂളിൽ നിന്ന് പഠിച്ച് കേരളത്തിൽ വന്ന് പഠിച്ച് പാലാരിവട്ടം ITL നിന്ന് ഇലക്ട്രീഷ്യൻ പാസ്സായി BPCLൻ്റെ ഒരു സബ് കമ്പനിയായി തൃപ്പൂണിത്തറയിൽ പ്ലേസ്മെൻറ്റുമായി അവനിപ്പോൾ ജോലിയായി ഇവിടെ. വെൽക്കിൻസൺ, ഭാര്യയുടെ പേര് രൂപ്ലിൻ. ഈ 3 കുടുംബങ്ങളിലാണ് ഇപ്പോൾ വചന പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഇവർ സാറ് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാനും സാറ് പറഞ്ഞാൽ സ്നാനപ്പെടാനും തയ്യാറാണ്.
സാറ് എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ പാപബോധവും രക്ഷകൻ്റെ ആവശ്യവും അവർക്ക് വ്യക്തമായിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അക്ഷരാഭ്യാസത്തിൻ്റെ പരിമിതി മൂലം ദൃശ്യമൊക്കെ ഈ ഫ്ലെക്സൊക്കെ അങ്ങനെ കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. ടേക്സ് റിയൽ ടൈം. എന്തായാലും പ്രാർത്ഥനയിൽ തുടരും എന്ന് വിശ്വസിക്കുന്നു. ഒരു 15 പേരടങ്ങുന്ന ഒരു കുട്ടി ഫൗജുണ്ട് ഞങ്ങൾക്ക്, പട്ടാളങ്ങൾ. ഞാനിവിടെ പട്ടാളങ്ങളിരുന്ന് പാട്ട് പാടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവർ മറ്റു പല ഗ്രാമത്തിലുള്ളവരാണ്. അവരെ നമ്മൾ ഈ 5 വീടുകളിൽ നിർത്തി അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് സാധാരണ വിദ്യാലയം പോലെ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാലയം നമ്മുടെ സ്റ്റുഡൻ്റാണ് അവർ. അതോടൊപ്പം അവരും എല്ലാ ആഴ്ചയും സൺഡേ സ്കൂളിനും ആരാധനയ്ക്കും വരുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒരു 20-27 പേരോളം, ഇവരൊക്കെ ഇപ്പോൾ ഇവിടെയാണല്ലോ. സർമലോങ് രക്ഷിക്കപ്പെട്ടതാണ്, ഇവിടെ ആയിരിക്കുന്നു. സെർജിനോങ് അനിയൻ ഒരാൾ കൂടെയുണ്ടവൻ. ചിലർക്കെങ്കിലും അറിയാം, സന്തോഷ് അങ്കിൾ ജംതാര ആ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പഠിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട്, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുള്ളത് ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും കാണാം. കാരണം ഗ്രാമമൂപ്പൻ ക്രിസ്ത്യാനികളാകുന്നവർക്ക് വേണ്ടി മാത്രം ഒരുമിച്ച് താമസിക്കാനായി കാടിൻ്റെ വലിയൊരു ഭാഗം അനുവദിച്ചു തന്നു. ഇന്ന് എതിർപ്പുകളെ പറ്റിയാണ് കൂടുതൽ കേൾക്കുന്നത്. എന്നാൽ അവിടെ വാതിൽ മലക്കെ തുറന്നിട്ടിരിക്കുക. വാ വാ എന്നുള്ളതാണ് വിളി. കഴിഞ്ഞ ചില നാളുകളായിട്ട് ഞാൻ 19 വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. പഴയ പോലെയല്ല, ബൈദ ഗ്രാമമല്ല, ബൈദ മെട്രോപൊളിറ്റൻ സിറ്റിയാണിപ്പോൾ. വഴി കർത്താവ് തന്നു. ഗ്രാമവാസികൾക്ക് ബൈക്ക് പോലെയുള്ള, നമുക്ക് വലിയ വണ്ടി പോലെ വണ്ടികൾ കർത്താവ് തന്നു. ശുദ്ധജലം ഒരു ലക്ഷറി ആയിരുന്നു, ആഡംബര വസ്തു ആയിരുന്നു. ഇന്ന് ഗ്രാമത്തിലെ 2-3 പേർക്കും ശുദ്ധജലം കർത്താവ് എത്തിച്ചു. സർക്കാരല്ല, കർത്താവ് എത്തിച്ചു. ഓക്കെ. അവിടെ നിന്ന് പഠിച്ച കുഞ്ഞുങ്ങൾ പുറത്തു പോയി ജോലിയൊക്കെ ലഭിക്കാനും, അവർ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം, അവിടെയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ കുറച്ച് പേരൊക്കെ ചാനലുകളൊക്കെ വന്ന് അവർക്ക് IAS ട്രീറ്റ്മെൻ്റാണ് കൊടുത്തത്. അങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചു. ഞാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചു. അങ്ങനെ ആ രീതിയിലും കഴിഞ്ഞ നാളുകളിൽ അവിടെ സാക്ഷീകരിക്കുവാനായിട്ടിടയായി. ചോരുന്ന കൂരയിൽ കുട നിവർത്തി നിന്ന് പഠിപ്പിക്കാൻ കിട്ടുന്ന സുഖമൊക്കെ ഇനിയിപ്പോൾ ഒരു ലക്ഷറിയാണ്. ഇന്ന് നല്ലൊരു കെട്ടിടം കർത്താവ് തന്നു. അയൽ ഗ്രാമങ്ങളിൽ നിന്ന് നമ്മുടെ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ അവരുടെ പാരൻസ് അയക്കുവാനായിട്ട് തുടങ്ങിയെന്ന് മാത്രമല്ല, ചെറിയൊരു ഷെഡടിച്ച് അവിടെ അവരെ പാർപ്പിച്ച് ഒരു മുത്തശ്ശി അവരോട് കൂടെ പാർത്ത് നമ്മുടെ സ്കൂളിലേക്ക് അവരെ പറഞ്ഞു വിടും. അങ്ങനെ അയൽ ഗ്രാമങ്ങളിലേക്കും ആക്സസ് ആയി. ചിലരെ കർത്താവ് ദയാലു ആയതുകൊണ്ട് മാത്രം ചിലരെയൊക്കെ ജീവനോടെ കാണുവാനായിട്ടിടയായി. അത് പിന്നീട് ഞാൻ പറയാം വിസ്താരമായി. മലേറിയ താണ്ഡവമാടുന്ന നാട്ടിൽ മാസത്തിൽ 3-4 മരണം എന്നുള്ളത് വർഷത്തിൽ 1 ഏറിയാൽ 2 എന്നുള്ളതാക്കി മാറി. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് അല്ല,
കർത്താവ്. തീർന്നില്ല. ഇന്നവിടെ ഒരു ഡോക്ടറുണ്ട്, പേര് മിത്ര എന്ന. വയസ്സ് 6. ഗ്രാമവാസികൾ വരും, ഒരു കാന്താരിയ, എന്താ അസുഖം? പനിയും നീരൂഴ്ച. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? പറയും. കഫം മഞ്ഞയോ വെള്ളയോ? ഓക്കെ, മരുന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും രസം. 3 ദിവസത്തെ മരുന്നേ ആദ്യം കൊടുക്കുള്ളൂ. എന്നിട്ട് പറയും, ഇത് കഴിച്ചിട്ട് വന്ന് റിപ്പോർട്ട് ചെയ്യൂ. മരണം മുന്നിൽ കണ്ടവർക്ക് മരുന്ന് കൊടുത്തപ്പോൾ മരുന്നിൻ്റെ മതം ചോദിച്ചവരാ. കർത്താവ് അവരെയും ഈ രീതിയിലാക്കി. ഗ്രാമമൂപ്പൻ കർത്താവ് അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ട് ഗ്രാമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കേൾക്കാൻ എനിക്ക് മാത്രമല്ല, ആ കെട്ടിടം, സ്കൂളിൻ്റെ, വിദ്യാലയത്തിൻ്റെ കെട്ടിടം പണിയാൻ വന്ന എല്ലാ അങ്കിൾമാർക്കും അത് വലിയൊരു പ്രചോദനമായി. ഇത്രയും ഞാൻ പറഞ്ഞ് അത് സമാഹരിക്കട്ടെ. ഡീറ്റെയിൽ വേർഷൻ നാളെയും മറ്റന്നാളുമായിട്ടും പറയുന്നത്. ദയവ് ചെയ്ത് നാളെ വരാനായിട്ട് സാധ്യതയില്ലാത്തവർ ഒന്ന് കൈപൊക്കാമോ? ഒരു കൈ ഉയർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദയവ് ചെയ്ത് ആ സാധനത്തിലുണ്ടാവുമല്ലോ, ഈ മുക്കാലിയിൽ, അപ്പോൾ അതിൽ നോക്കി യു ടേക്ക്. ഇവർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അവസാനമായിട്ടൊരു ചോദ്യം വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. ഈ സമയം ഒന്നാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തേ ഇതുവരെ ആരും വന്നില്ല? ജെറിക്കായിട്ട് സ്തോത്രം. ഒരു തവണയെ ജെറി വന്നുള്ളൂ. പിന്നെ ഞാൻ എവിടെ പോയാലും ജെറി മനഃപൂർവ്വം വരും. പ്ലീസ്, പഴയ പോലെയല്ല. നടക്കേണ്ടെന്ന ആവശ്യമില്ല. നടക്കാൻ ആഗ്രഹമുള്ളവർക്ക് നടക്കാം, നടക്കേണ്ട ആവശ്യമില്ല. വണ്ടിയുണ്ട്. ഒരു ദിവസം കൊണ്ട് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടാൽ ഇന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്കും ഗ്രാമത്തിലെത്താം. ഇതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ യാത്രയ്ക്ക് എത്ര ദിവസം മതി? കേവലം 2 ദിവസം, വരാനും പോകാനും. പിന്നെ എത്ര ദിവസം ചെലവഴിക്കണം നിങ്ങൾ എടുക്കുക. ഞാൻ സഭയായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സഭ മൊത്തമായിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങൾക്ക് ദാരിദ്ര്യമില്ല. വലിയ വലിയ ബാംബൂ വില്ലാസ്, 6 BHK, 8 BHK വിത്ത് യൂറോപ്യൻ ടോയ്ലറ്റ് ആൻഡ് 24x7x365 വാട്ടർ. ഒരിക്കലും ഡിസ്റ്റർബ് ആവാത്ത വാട്ടർ ഫ്ലോ, ഇൻഡിപെൻഡൻറ്റ് ബംഗ്ലാവ്സ്, ഇതൊക്കെ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. സോ പ്ലീസ്, ഇവിടെ സഭയിൽ അവിടെ വന്നവരുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ അവർ ഇൻപുട്ട് തരും. ഓക്കെ, ദെൻ പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരാം. പതിനേഴാം അധ്യായം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തായാലും നിങ്ങൾക്ക് എന്നെപ്പറ്റി ഇങ്ങനെ സങ്കല്പമൊന്നുമില്ലല്ലോ. ഞാൻ കാട്ടിൽ വന്ന് നിങ്ങളെ എന്ത് വചനം പഠിപ്പിക്കാൻ?
21 ആരംഭത്തിൽ 21 വയസ്സ് പിറന്നപ്പോൾ ഈ നാട്ടിൽ നിന്ന് കർത്താവ് എടുത്തു കൊണ്ടുപോയ ഒരാളാണ്. കൊണ്ടുചെന്ന് വെച്ചതോ സാധാരണയായിട്ട് അമ്മിണി പെറ്റു എന്ന് പറഞ്ഞ് ആ അമ്മിണിയുടെ, അതൊരു പൂച്ചക്കുഞ്ഞാ, ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കുന്ന സാധാരണ ഒരു ജനതയുടെ ഇടയിലേക്ക്. സോ അവരുടെ ഇടയിൽ ആയി ഇപ്പോൾ അവർ പറയുന്ന അവരെക്കാൾ സാധാരണക്കാരനാണെന്ന്. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നത്തിങ് ന്യൂ, നത്തിങ് ഫാൻറ്റസി, നത്തിങ് എന്താ പറയുക, ലൈക്ക് മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നത്തിങ്. ദൈവജനത്തിന് അറിയാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ബാക്കിയുള്ള പണി പരിശുദ്ധാത്മാവിന് വിടാൻ ആഗ്രഹിക്കുന്നു. യോശുവയെ പറ്റിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിവൺ ഇൻ ദ നെയിം ഓഫ് ജോഷുവ പ്രസന്റ് ഹിയർ? എനി ജോഷുവാസ് ഹിയർ? നോ. ഓക്കെ, സ്തോത്രം. ആദ്യമായിട്ട് യോശുവയെ കാണുന്നത് ഈ ഭാഗത്താണ്. നാം കാണുന്നത് മോശയുടെ കൽപ്പന ശിരസാ വഹിക്കുന്ന ഒരു യോശുവ. അങ്ങനെയാണ് ബൈബിൾ ആദ്യമായിട്ട് നമ്മൾ യോശുവയെ പരിചയപ്പെടുന്നത്. നമുക്ക് വായിക്കാം. 17-8 മുതൽ. റെഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. ആഹാ. സോ ഇവിടെ എന്താ, കൊച്ചുമക്കളൊന്ന് ഉത്തരം പറയുകയാണെങ്കിൽ നമുക്കിത് ഇൻട്രാക്റ്റീവ് ആക്കാം. അവിടെ ഞങ്ങളെല്ലാവരും പായലിരിക്കുന്നത്. അന്യോന്യം ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും, അവർ പറയും. അങ്ങനെയാണത് ചെയ്യുന്നത്. അധികം സമയമൊന്നും എടുക്കില്ല, ഞാൻ അതിന് മുമ്പേ തന്നെ നിർത്താം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ സന്ദർഭം, എന്താ ഇവിടെ എന്താ നടക്കുന്നത്? സമാധാനമാണോ യുദ്ധമാണോ? യുദ്ധം. താങ്ക് യു. യുദ്ധം കണ്ടിട്ടുള്ളവരുണ്ടോ? ഓ, എന്ത് ചെയ്യാനാ. എന്നാൽ അവിടെ യുദ്ധം നടക്കുമ്പോൾ ഒന്ന് വാ. ഞങ്ങളുടെ നാട്ടിൽ എന്ന് യുദ്ധ, പട്ടണങ്ങളിൽ കാർബികളും ബീഹാറികളും യുദ്ധം ചെയ്യും, കാർബികളും ദിമാസുകളും യുദ്ധം ചെയ്യും. എന്നും യുദ്ധ. യുദ്ധസമയത്ത് ഒരു ദൈവ പൈതൽ, നമുക്ക് യോശുവയെ അങ്ങനെ തന്നെ കാണാം. യുദ്ധസമയത്ത് ഒരു ദൈവ പൈതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താ? I expect more answers from Patalams. Let's be on earth. നമുക്ക് ഭൂമിയിലായിരിക്കാം. നോട്ട് ലൈക്ക് ബിബ്ലിക്കൽ കമൻട്രി, വില്യം മക്ഡൊണാൾഡ് കമൻട്രിയുടെ ഉത്തരങ്ങളൊന്നുമല്ല. ഇറ്റ്സ് എ വെരി പ്ലെയിൻ ക്വസ്റ്റ്യൻ. ഇൻ ടൈംസ് ഓഫ് വാർ, ബീയിങ് എ ചൈൽഡ് ഓഫ് ഗോഡ്, വാട്ട് വുഡ് ബി യുവർ ഡിസയർ? മരിക്കാതിരിക്കണം. ഓഹോ, ഓക്കെ. ദെൻ ശരി, ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു ഈ ചോദ്യവും ഭയങ്കര ബിബ്ലിക്കലാണെന്നാണ്. ഓക്കെ, ഞാനെന്നാൽ ഭൂമിയിലേക്ക് വരാം. എന്താ നാടിൻ്റെ പേര്? ഇസ്രായേൽ അല്ല, എന്തോ ഹമാസ്. അത് നാടല്ലല്ലോ, അതൊരു ഭീകരവാദി സംഘടനയല്ലേ? എന്താ? അവിടെയുള്ള പാലസ്തീൻ. ഇസ്രായേൽ പാലസ്തീനിലേക്ക് മിസൈൽ വിടുന്നു. ഓക്കെ, നമ്മുടെ ചില പ്രിയപ്പെട്ടവർ അവിടെ ഇല്ലേ? അവിടെ ഉണ്ടായിരുന്നില്ലേ? ഈ അസംബ്ലിയിലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? എനിവേ, അവിടെയുള്ള ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. കാർബിയിലല്ല, അറിയാവുന്ന ചില സ്നേഹിതർ. അവരുടെ കുടുംബാംഗങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. എന്താ? അൺഇൻറ്ററപ്റ്റഡ് കണക്ടിവിറ്റി. എപ്പോഴും എന്താ എൻ്റെ കൊച്ചുമക്കൾക്കും മക്കൾക്കും വരണതെന്ന് അറിയാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അതിൽ കൂടുതൽ അവർ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. എന്താ?
സമാധാനം അവർക്ക് ലഭ്യമാകുവണ്ണം ഏതെങ്കിലും ഒരു ഷെൽട്ടർ ആ മക്കൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ നാട്ടിൽ. നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ദൂരത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരെവിടെയാ ചെല്ലുന്നതെന്ന് വെച്ചാൽ ആദ്യം എന്താ ചെയ്യാറ്? ആദ്യം അവിടെ ഉള്ള അങ്കിൾമാരെയോ നമുക്ക് പരിചയമുള്ളവരെ വിളിച്ചിട്ട് എന്ത് പറയും? നമ്മുടെ സ്വന്തം പയ്യനൊരാള് അങ്ങോട്ട് വന്നിട്ടുണ്ട്, അവനെ ഒന്ന് കരുതി കൊള്ളണേ അല്ലേ? ലെറ്റ്സ് ടോക്ക് ഹ്യൂമൻ, നമുക്ക് മനുഷ്യരായിട്ട് സംസാരിക്കാം. എന്നാ ഇവിടെ മോശ പറയുന്നത് എന്താ? ശരി, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അമാലേക്ക് വന്നിട്ടുണ്ടല്ലോ യുദ്ധം ചെയ്യാൻ, നീ വാള എടുക്ക്, നീ കുന്തം എടുക്ക്, ഞാനും പുറപ്പെടാം. അങ്ങനെയാണോ പറയുന്നത്? എന്താ പറയുന്നത്? നീ ചെന്ന് എങ്ങനെയാ വാക്യം? അതുപോലെ തന്നെ വായിച്ച, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. യോശുവ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാമീപ്യം ആരുടെ ആയിരിക്കും? മോശയുടെ. ഇറ്റ്സ് ക്വൈറ്റ് ഓബ്വിയസ്. ശിഷ്യന്മാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സാമീപ്യം ആരുടെയാ? കർത്താവിൻ്റെ. കർത്താവ് അവരോട് എന്താ പറഞ്ഞേ? എനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുക. ആദ്യം ഒരുമിച്ചൊരു യാത്രയുടെ ക്ലാസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ മുക്കാലിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പോയി യുദ്ധം ചെയ്യുക. ഞാൻ എങ്ങടെ പോകാൻ പോണേ? ഞാൻ എന്താ അവിടെ എഴുതിയത്? ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. പാസ്റ്റ് അത് കലക്കി. ഞാനൊരു മനുഷ്യൻ, ഒരു ബാലൊരു യൗവനക്കാരനായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ നീ ആളുകളെ തിരഞ്ഞെടുക്കും, നീ യുദ്ധത്തിന് പോ, ഞാനൊരു വടിയെടുത്ത് കുന്നിൻ മുകളിൽ കയറി യഹോവയുടെ സന്നിധിയിൽ നിൽക്കും. അതേ, ഞാനും പോന്നെ അങ്ങോട്ട്. അത് ശരിയാവില്ല, നീ യുദ്ധത്തിന് പോകണം. അങ്ങനെയാണെങ്കിൽ സാറും വാ. സാറിനെ വിളിക്കാനായിട്ട് മോശയ്ക്ക് യുദ്ധയോഗ്യതകളുണ്ടോ? ഉണ്ടോ? കർത്താവേ, മോശയുടെ യുദ്ധയോഗ്യത എന്താ? അതൊന്നും പറയണ്ടല്ലോ അല്ലേ? ഒരടി ഒന്ന് വീണു. പിന്നെ കർത്താവ് കുറേ നാൾ കൊണ്ടുപോയി മരുഭൂമിയിൽ ഇട്ടു. ഇപ്പം ആ അടിയും ആ ശൗര്യവും ഒക്കെ വേറൊരു രീതിയിലായി തീർന്നു. ഇപ്പം അമാലേക്ക് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ അന്ന് അന്നൊരു മിസ്രൈംകാരനെ ഒരു ഇസ്രായേലിനെ കൊന്നത്, അല്ലെങ്കിൽ ശണ്ടയുണ്ടാക്കാൻ നോക്കിയത്, ആളെ ഒറ്റയടിക്ക് വീഴ്ത്തി. ഇന്നും ഒരു അമാലേക്ക് വന്നിരിക്കുക. പഴയ രക്തത്തിളപ്പുണ്ടെങ്കിൽ ഇറങ്ങിയനെ ചാടി. ഇപ്പം മോശേനെ നോക്കിയ നേരെ തിരിഞ്ഞു. യോശുവ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? ചിലർ ഇതിൽ നോക്കി വായിച്ചുകൊണ്ട്, ഇവിടെ എഴുതിയിട്ടില്ല അത്. യോശുവ എന്ന പേരിൻ്റെ അർത്ഥം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? യഹോവ എൻ്റെ രക്ഷ. നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷ എന്നുള്ളത് യഹോവയ്ക്കുള്ളത് അത്ര, രക്ഷ യഹോവയുടേത് അത്ര. ഇന്നും നമ്മൾ നമ്മുടെ സ്ഥലസഭകളിൽ യുവാക്കന്മാരോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇല്ലേ? അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ചിന്താശകലം വിട്ടേച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു.
എനിക്കും ഇങ്ങനെ ഒരു അപ്പച്ചനെ കിട്ടിയിരുന്നു. ഞാൻ മോശം അപ്പച്ചനായിരുന്നു എന്നല്ല പറയുന്നത്. ഒന്നാം യോഗം കഴിയുമ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാൻ പോകും. ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാനും എഴുന്നേക്കും, പുറകിലിരിക്കുക ബെഞ്ചിൽ. അവരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നേരെ പോവും. ഞാനിങ്ങനെ പതിയെ എഴുന്നേക്കും. എഴുന്നേക്കുമ്പോഴേ അറിയാം പുറകെ നിന്നൊരു കൈ വരും എന്നുള്ളത്. ഒരു കൈ വന്ന് തോളത്ത് വീഴും. ചോദിക്കും, ഈ കുഞ്ഞേന്ന് വിളിക്കണം, അതാ കുഴപ്പം. കുഞ്ഞെന്ന് വിളിക്കണവരായിട്ട് എങ്ങനെയാ ദേഷ്യപ്പെടണത്? എങ്ങോട്ട് പോവാ? എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ നിങ്ങളുടെ പ്രായത്തിലേക്ക് വന്നിട്ടാണ് ഞാനീ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയില്ല. അപ്പച്ചൻ അറിയായിരുന്നു ആ ഭാഷയൊക്കെ. 1.5 മണിക്കൂർ ഇരുന്നില്ലേ, 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ യോഗം തീരും. അതുവരെ പിടിച്ചിരിക്കും. ദൈവനാമത്വത്തിനായിട്ട് പറയട്ടെ, എനിക്ക് കിഡ്നി സ്റ്റോൺ പിടിച്ചിട്ടില്ല, എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോണും വന്നിട്ടില്ല. വിഷമം കുറച്ചും കൂടി ഇരട്ടിയാവും. എപ്പോഴാ? വേറെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് കാണുമ്പോൾ വിഷമം ഇരട്ടിയാവും. അതിനൊരു കാരണമുണ്ട്. കാരണം ആ അപ്പച്ചൻ എന്നെ ശരിക്കും അപ്പച്ചനായിട്ട് തന്നെയാ കരുതിയത്. കരുതുക എന്ന് പറയുമ്പോൾ നിരൂപണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, കരുതുന്ന വിധങ്ങൾ ഓർത്താൽ എന്ന കരുതൽ. So when he said something which was painful for me at that time, I found it very easy to obey. Very easy. ഇവിടെ ഉള്ള ഈ പട്ടാളങ്ങളുടെ ഉള്ളിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള നീറ്റലുകളൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. ഇറ്റ്സ് ഫോർ അവർ ഗുഡ്. ഇനി പ്രായമായവരോട് പറയേണ്ട കാര്യമില്ല, ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിലും അത് പ്രകടമാണ് എങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ അനുസരണം ഇറ്റ് വിൽ ബി ക്വിക്ക്. അനുസരിപ്പിക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കണമെങ്കിൽ പറയുന്നത് ശിരസാ വഹിക്കുവാൻ ദൃശ്യമായ നിലയിൽ നമ്മുടെ ജീവിതമായിരുന്നാൽ മതി. ഞാനിന്ന് അവിടെയുള്ള കൊച്ചുകുട്ടികളോട് പറയും, വാ മക്കളെ വിറക് വെട്ടാം. എല്ലാവരും വിറക് വെട്ടുന്നത് ഓരോ ദിവസത്തിൻ്റെ ആവശ്യത്തിൻ്റെയൊക്കെയാണ്. പക്ഷെ ഞാൻ വിറക് വെട്ടുന്ന ഒരു വലിയ വിറക് പുരയിലെ വിറക് മുഴുവൻ വെട്ടി തീർക്കുമായിരുന്നു. അപ്പം ഞാൻ പിള്ളേരോട് പറയും, വാ പിള്ളേർ വിറക് വെട്ടാം. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, വേണ്ട സാറേ ഞങ്ങൾ ചെയ്തോളാം, അല്ലെങ്കിൽ ഇനി മുഴുവൻ വിറക് പുരയിലെ വിറക് വെട്ടേണ്ടി വന്നാലോ. വെരി ഈസി. ഇവിടെ ഈ സെർമലോങ് ഇരിക്കുന്നുണ്ട്. ഞാൻ ചില ഉദാഹരണ സഹിതമാണ് ഈ പറയുന്നത്. ഇവരുടെ അപ്പനും അമ്മയും രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴുള്ള കാര്യം പറയുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വെച്ച്, രാവിലെയും വൈകിട്ടും ഭക്ഷണം വെച്ച് കൊടുക്കേണ്ട ഡ്യൂട്ടി എൻ്റെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചിരുന്നത്. ചാണകം വഴി അതേ തറയിലിരുന്ന് ഒരേ കലത്തിൽ നിന്ന് ഒരുപോലെ ഭക്ഷിച്ച് വളർന്നവരാ. ഞാൻ ഒരിക്കൽ അവരോട് പറഞ്ഞു, ഞാൻ ഒരു തവണ വിളിക്കും, വന്നാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉള്ള അളവിന് ഒത്തവണ്ണേ ചോറിടൂ. പലതവണ വിളിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഇഷ്ടപ്രകാരം ചോറ് നിങ്ങൾ തിന്നേണ്ടി വരും. ചിരിക്കുന്നതുണ്ടോ? വേറെ എന്തെങ്കിലും ആവശ്യത്തിനും സെർമലോന്ന് വിളിച്ച പറന്നെത്തും എവിടെയാണെങ്കിലും. എന്താ കാരണം? അല്ലെങ്കിൽ പണി കിട്ടും.
കൈ കഴുകലെന്ന് പറയുന്നത് വെറുതെ വെള്ളം എടുത്ത് അവിടെ നിന്ന് കഴുകാല്ല, ഓടി വന്നിട്ട് കഴുകിക്കൊണ്ടിരിക്കണം, വേഗം ഇരിക്കും മതി. കാരണം എന്താ? ഭക്ഷണം സ്പില്ല് ചെയ്യില്ല കഴിക്കുമ്പോൾ പാത്രത്തിൽ നിന്ന്. കാരണം ആ ഒരു പറ്റ് 10 തവണ കൂട്ടി പറക്കിയ 2 കുട്ടികളുടെ ഭക്ഷണത്തിന് ഉതകുന്നത്. ഇതെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെവിടെയായിരിക്കും ആദ്യം നോക്കണത്? അവരോട് കൂടെ ഒരുമിച്ചിരുന്നാണല്ലോ കഴിക്കുന്നത്. എവിടെയാ അവരാദ്യം നോക്കുക? സാറിൻ്റെ പാത്രം. സാറിൻ്റെ ചിരിക്കണുണ്ടോ? ആ രീതിയിൽ സഭയിൽ ശുശ്രൂഷിക്കുന്നവർ, സഭയുടെ മൂപ്പന്മാർ, എല്ലാവരുടെയും ജീവിതം, വി ആർ ഗുഡ് ഒബ്സർവേഴ്സ്, റൈറ്റ്? വി ഒബ്സർവ് എ ലോട്ട്. ദൈവം സഹായിക്കട്ടെ. നിങ്ങളൊന്നും ആ രീതിയിൽ ഉള്ളവരല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നാം കുട്ടികളോട് പറയുമ്പോൾ അവർ പെട്ടെന്ന് അത് അനുസരിക്കണമെങ്കിൽ പറയുന്നയാളുടെ ജീവിതം കുട്ടികൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അനുസരിക്കാവുന്നതൊക്കെ നിലയിൽ ഉള്ളതായിരിക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല യോശുവയ്ക്ക് പോവാനായിട്ട്. ഒന്നും എഴുതിയിട്ടില്ല. നീ ആളുകളെ തിരഞ്ഞെടുത്ത് പോ, ഞാൻ യഹോവയുടെ വടി, യഹോവ എനിക്ക് തന്ന വടി കയ്യിലെടുത്ത് കുന്തിൻ മുകളിൽ കയറും. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. അതെന്തിനാ യോശുവയോട് പറയണത്? ചിന്തിച്ചിട്ടുണ്ടോ? അത് മോശ ചെയ്യാൻ പോണ കാര്യമല്ലേ. യോശുവയോട് യോശുവ ചെയ്യാൻ പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? വാട്ട് മോസസ് ഈസ് ഗോയിങ് ടു ഡു, വൈ, അതും അറിയിച്ചു. ചില സമയത്തൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, പ്ലീസ് ടേക്ക് ടൈം ടു ലെറ്റ് ദം നോ വി ആർ ബിഹൈൻഡ് ദം. പലപ്പോഴും നമ്മൾ ബ്രദറൻ ആയതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം കേട്ടോ, ശരിയാവട്ടോ ഒക്കെ പറയാനായിട്ട് ചിലപ്പോൾ വിൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. വി നെവർ ഡു ദാറ്റ്. ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? നമ്മുടെ സഭയിൽ, സഭകളിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ രീതിയിലുള്ളൊരു കരുതൽ ഉള്ള മെൻറ്റർമാരെ, പരസ്യം ഒന്ന് പൂർത്തിയാക്കി, മെൻറ്റർമാരെ ആവശ്യമുണ്ട്. സെയിൽസ് ഗേൾസ് ആവശ്യമുണ്ട്, കടയിൽ ആവശ്യമുണ്ട്, സഭകളിൽ ഇന്ന് ഇവരെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നരുത്. നിങ്ങളുടെയൊക്കെ ജീവിതം വായുവിനെ പിടിക്കുന്ന വേഗതയാണ്. എൻ്റെ കർത്താവേ, ഒരു 5 മിനിറ്റ് ഒന്ന് മുഴുവൻ സംഭാഷണം പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 10 പ്രാവശ്യം ഞോണ്ടും മൊബൈലും. സോ ഹെക്റ്റിക്, സോ ബിസി, സോ ഡിസ്ട്രാക്റ്റഡ്. ഏതെങ്കിലും ഒരു കാര്യം ശ്രദ്ധയോടെ ചെയ്യണമെങ്കിൽ എന്തോന്ന് മോഡ്, ഫോറസ്റ്റ് ആപ്പ് ഇട്ടാലേ പറ്റുള്ളൂ. എനിവൺ നോ അബൌട്ട് ദാറ്റ് ആപ്പ്, ഫോറസ്റ്റ് ആപ്പ്? അത് ഇന്നലെ അവിടെ യോഗം നടന്നപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞ ആപ്പാണ്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ബാക്കി മൊബൈലിലുള്ള എല്ലാ ആപ്പുകൾക്കും ആ ആപ്പ് വയ്ക്കും. ഇത് എന്തൊക്കെ കേൾക്കണേ? ഐ ആം ടെല്ലിങ് യു, യു ആർ ടോക്കിംഗ് വൈൽഡ്. ദൈവം സഹായിക്കട്ടെ. ഇന്നിതൊക്കെ കർത്താവ് നമ്മളോട് പറയുമ്പോൾ ഇന്ന് നമ്മൾ ചിരിക്കുന്നു, ഇന്ന് നമ്മൾ അത് പ്രാർത്ഥിക്കണം. നിലവിളിക്കാൻ ഇടവരരുത് പ്ലീസ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അതും പരിശുദ്ധാത്മാവോടെ കുറിച്ച് വെച്ചു. എന്നിട്ട് നമ്മളെ നോക്കിയിട്ട് പറയുക, നമ്മളെ ആത്മീയമായിട്ട് മെൻറ്ററിങ് ചെയ്യുന്നവർ,
ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളോട് പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നത് വലിയ ദൈവിക മഹത്വം നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ കാരണമായി തീരും. ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ കിട്ടുന്ന അറിവിനെ എന്തറിവെന്നാ വിളിക്കുന്നത്? കേട്ടറിവ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ലഭിക്കുന്ന അറിവിനെ എന്തു പറയും? സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസസ്. ഗോട്ട് ദ പോയിന്റ്. എന്നാൽ ഈ സാധനം സ്വന്തം ജീവിതത്തിൽ ഒന്ന് അനുവദിച്ച് നോക്കിയേ, രുചിക്ക് വ്യത്യാസമുണ്ടോ? കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന് ഇവിടെ എത്രയോ ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും മക്കളെ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഓരോ വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് കേൾക്കുന്നു എന്ന് നിങ്ങൾ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ രുചിച്ചറിയുമ്പോൾ അതിന് ടേസ്റ്റ് ഇവിടെ എന്ന് പറയുന്ന ആളുടെ ടേസ്റ്റാണോ? നോ. ദാവീദ് എന്താ പറഞ്ഞേ? യഹോവ നല്ലവനെന്ന് ആരാ രുചിച്ചറിഞ്ഞേക്കണേ? ദാവീദ്. പക്ഷെ ദാവീദ് പറയുക, ഓ യു ഈച്ച് ആൻഡ് എവറി വൺ ടേസ്റ്റ് ആൻഡ് നോട്ട് ഹിയർ ആൻഡ് സീ, നോട്ട് ഒബ്സർവ് ആൻഡ് സീ, ടേസ്റ്റ് ആൻഡ് സീ that the etc etc etc. എങ്ങനെയൊക്കെ അത് യോശുവയ്ക്ക് മനസ്സിലായത്? ലെറ്റ്സ് ഗോ അഹെഡ്. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്കിനോട് പൊരുതി. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. അത് ശരി, അഹരോനെയും ഹൂരിനെയും കൊണ്ട് പോയേക്കുക. ഓക്കെ, ഫൈൻ. ഈ അഹരോനും ഹൂരും എന്തിനായിരിക്കും കുന്നിൻ മുകളിൽ കയറിയത്? പറ, ചിന്തിച്ചിട്ടുണ്ടോ? അത് വായിച്ചപ്പോൾ ഇന്ന് വരെ ഒരു ഉത്തരം ഒന്ന് പറഞ്ഞേ. മോശ അവിടെ പോകുന്നു വിത്ത് എ സ്പെസിഫിക് പർപ്പസ്. കയ്യിൽ എന്താ ഉള്ളത്? വടി എപ്പോഴും കൂടെയുണ്ട്. കാരണം ചില സമയത്ത് പഴയ സ്വഭാവം വരും പുള്ളിക്ക്. ചെങ്കടലിനെ പിളർത്തിയപ്പോ വടി നീട്ടാൻ പറഞ്ഞു. പാറയുടെ മോളും വടി നീട്ടിയാ വെള്ളം വരും. പക്ഷെ എന്താ പറഞ്ഞേ? അടിക്കാൻ പറഞ്ഞു. ഈസ് ദെയർ വിത്ത് എ ഡെഫിനിറ്റ് സ്പെസിഫിക് പർപ്പസ്. വടിയുണ്ട്. അഹരോനും ഹൂരോ അവരുടെ കയ്യിൽ വടിയുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അവർ കയറിയത്? ദിവ്യദൃഷ്ടിയിൽ കണ്ടോ ഈ പുള്ളി കൈ ഉയർത്താൻ പോവാ? ദിവസം മുഴുവൻ ചെയ്യേണ്ട ഒരു പരിപാടി ആയിരിക്കും ഇത് ഒരു പക്ഷേ. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ചാറ്റ് GPT അതൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. അറിയില്ല, ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. ഇഫ് ഐ ആം റോങ്, സോറി. പിന്നെ എന്തിനാ അവർ കയറിയത്? ആക്ച്വലി പലപ്പോഴും പ്രിയ ദൈവജനമേ, നമ്മെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി അവരോട് കൂടെ ആയിരിക്കുക എന്നുള്ളത് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം. നാം വിചാരിക്കും മൂപ്പന്മാർക്കും ഉപദേഷ്ടാക്കന്മാർക്കും ഒന്നും നമ്മുടെ സാമീപ്യം കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ആ അപ്പച്ചൻ, ഞാൻ ആ അപ്പച്ചൻ്റെ കൂടെ പോണത് എന്ത് ഇഷ്ടമായിരുന്നു അറിയാമോ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഹി എൻജോയ്ഡ് ദോസ് ഡേയ്സ്. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറയും. നമ്മുടെ സഭയിലും സൺഡേ സ്കൂൾ ടീച്ചേഴ്സുണ്ട്, മൂപ്പന്മാരുണ്ട്, കർത്തൃമേശയിൽ സൂക്ഷിക്കുന്നവരുണ്ട്, മീറ്റിംഗ്സ്, യൂത്തിന് ക്യാമ്പ് എടുക്കുന്നവരുണ്ട്, സഹോദരിമാർ പഠിപ്പിക്കുന്നവരുണ്ട്. ജസ്റ്റ് ടേക്ക് ടൈം ടു സ്പെൻഡ് വിത്ത് ദം പ്ലീസ്.
ഇങ്ങനെ ചിന്തിക്കരുത്. ദേ ഡോണ്ട് കെയർ, ദേ ഡോണ്ട് ബോദർ. ദേ ഡു ബോദർ. ദേ ഡു ടേക്ക് ഇറ്റ് ടു കൗണ്ട്. They count it. They count those times. So, അഹരോൻ, ഹൂർ. അഹരോനെ ദൈവം ഡെപ്യൂട്ടി ചെയ്ത് തുടങ്ങിയതിപ്പോൾ ദൈവം എന്താ പറഞ്ഞത് മോശയോട്? ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം യഹോവ മോശയ്ക്ക് സ്പോക്സ് പേഴ്സണായിട്ട് കൊടുത്ത ആളാ ആര്? റിമെമ്പർ, ആ ചരിത്രമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? A spokesperson should be, if possible, always with to whom he was deputed, Moses. As simple as that. അവരുടെ സാമീപ്യം കൊണ്ട് മോശെ, ഇസ്രായേൽ മക്കൾ, ദൈവനാമ മഹത്വം എവിടെയൊക്കെ അവരെ എടുത്തുപയോഗിച്ചു. See that. നമുക്കത് വായിക്കാം, മുന്നോട്ട് പോകാം. നല്ല രസമായി യുദ്ധം. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. അത് പറ്റി പരിപാടി. യുദ്ധം എവിടെയാ നടക്കുന്ന? വേർ ഇസ് എ വാർ ഗോയിങ് ഓൺ? റഫീദീം വാലി, താഴ്വര. പക്ഷെ അവിടുത്തെ സ്കിൽ സെറ്റ് വെച്ചല്ല ഓരോ സൈഡിൻ്റെ അഡ്വാൻസിങ്. നോ. പിന്നെ എവിടത്തെ അറ്റ്മോസ്ഫിയർ വെച്ചിട്ടാ? കുന്നിൻ മുകളിൽ ഒരു മനുഷ്യൻ കയറിയിരിക്കുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യണില്ല, ഒരു വടി ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഉയർന്നിരുന്ന പൂരിപ്പിക്കാമോ? ഇസ്രായേൽ ജയിക്കും, താണിരുന്ന അമാലേക്ക് ജയിക്കും. നല്ല കൃതി. ഇതാരാ കാണുന്നത്? പറ. ഹൂ ഈസ് ഒബ്സർവിങ് ഓൾ ദീസ്? അവർക്ക് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമില്ല. ആരോനും ഹൂരിനും ഒക്കെ ഇത് വിസിബിൾ ആണല്ലോ. ഇറ്റ്സ് ഓപ്പൺ ഇൻ ദർ ഐസ്. ഹൂ ഈസ് ഒബ്സർവിങ് ദിസ്? യോശുവ പൂർണ്ണമായിട്ടും ഇത് ഒബ്സർവ് ചെയ്യാണ്. സപ്പോർട്ടിങ് വേഴ്സസ് ഇല്ല. പക്ഷെ യോശുവയ്ക്ക് ഒരു കാര്യം പിടുത്തം കിട്ടി. സംതിങ് ഈസ് ഹാപ്പനിങ് ദെയർ. മോശ പറഞ്ഞില്ല അഹരോനോടും ഹൂരിനോടും എന്ത്? എൻ്റെ പൊന്നു ചങ്ങാതിമാരെ വന്ന് ഈ കൈ പൊക്കി പിടിക്കാൻ. ഇത് താഴ്ന്ന നമ്മൾ തോറ്റു. നിങ്ങൾ ഈ മലകൾ കയറുമ്പോഴേ, മലകൾ കയറിയിട്ടുള്ളവർക്കറിയാം, പാറകളുണ്ടാവും. ഈ രണ്ട് പാറയുടെ ഇടയ്ക്ക് നിന്നാ പോരെ, എന്ത് ചെയ്യാം? പിന്നെ ഈ വലിയ പാറയമേ കൈ സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി. കൈ പിന്നെ താഴില്ല. അതും എഴുതിയിട്ടുണ്ട് അവിടെ, വായിക്കാം. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തു വെച്ചു. കൈക്ക് ഭാരം തോന്നിയപ്പോൾ എന്തെടുത്തു വെച്ചു? കല്ലെടുത്തു വെച്ചു. പിന്നെ എന്തിനാ അവര് പോയി പിടിക്കണത്? ഈ കല്ലിന്റെ മുകളിൽ കൈവച്ചാൽ പോരാ, പിന്നെ ഉയർന്നിരിക്കില്ലേ? അവർ മോരന്ന് ചിരിക്കുന്നു. അത് ശരിയാണല്ലോ, ഈ പണിക്ക് എന്തിനാ പോണത്? പക്ഷെ അവരെന്താ ചെയ്തത്? അവൻ അതിന്മേൽ ഇരുന്നു. കല്ലെടുത്ത് വെച്ചപ്പോ മോശ വേഗം പോയി അതിന്മേൽ ഇരുന്നു. അപ്പൊ അതുവരെ എന്ത് ചെയ്യായിരുന്നു? നിക്കായിരുന്നു. ഇരുന്നു. ഇരുന്നപ്പോഴും എന്താ വിഷയം? കൈ പൊക്കാൻ പറ്റണില്ല. അഹരോനും ഹൂരും എന്ത് ചെയ്തു? രണ്ട് ശുശ്രൂഷകളാ ചെയ്തത്. ഈ കൈ ഉയർത്തിപ്പിടിച്ചതിനെ പറ്റിയാ കൂടുതലും നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളൂ. പക്ഷെ അവർ വേറൊരു കാര്യം കൂടി ചെയ്തു. എന്താ? ഒരു കല്ല് എടുത്തു വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ കൊച്ചുമക്കളോടൊന്ന് പറയട്ടെ.
നമ്മുടെ സ്ഥലം സഭകളിൽ നമുക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്ന മൂപ്പന്മാർക്കും ഉപദേഷ്ടാക്കന്മാർക്കും സൺഡേ സ്കൂൾ ടീച്ചർ വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവർ, അവർക്ക് എന്തെങ്കിലും വിഷമം പറ്റിയാൽ നമുക്ക് മനസ്സിലാവുമോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? എൻ്റെ കർത്താവേ, ഈ ഒരു ഉത്തരത്തിന് വലിയൊരു മൗനതയോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? എന്നാൽ പിന്നെ അത് വിടട്ടെ, ഞാൻ ഒന്നുകൂടി ചോദിക്കാം. നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും എന്തെങ്കിലും വിഷമം പറ്റിയാൽ നമുക്ക് മനസ്സിലാവുമോ? ഓ, അത് ശരി, അത് മനസ്സിലാവും. സ്ഥലം സഭയിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നവർ വിഷമം ഉണ്ടെങ്കിൽ മനസ്സിലാവില്ല. ഒന്ന് പോയി പറഞ്ഞു നോക്കി, അങ്കിളും ആൻറ്റിയും വിഷമിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാട്ടോ, പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒന്ന് പറഞ്ഞു നോക്കിയേ. എത്ര വലിയ ശുശ്രൂഷയത്! അതിന് ഹൗ മച്ച് എഫേർട്ട് ഇറ്റ് ടേക്സ്? ഇറ്റ് ടേക്സ് റിയൽ എഫേർട്ട്. സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് പറയാൻ തോന്നില്ലല്ലോ. അതൊരു സുപ്രഭാതത്തിലൊന്നും അങ്ങനെ പറയാൻ തോന്നില്ല. അങ്ങനെ പറയാൻ തോന്നണമെങ്കിൽ there should be a love within among us, in us, toward them. സ്നേഹിച്ചാലാ പ്രാർത്ഥിക്കുകയുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥിരം പ്രാർത്ഥനയിലുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു വിഷമം പറ്റിയെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, മനസ്സിലാവും അത്. ഒന്ന് പോയൊന്ന് പറഞ്ഞു നോക്കി. ഒന്നും വേറെ ഒന്നും ആ പ്രായത്തിൽ എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാം. അങ്കിളും ആൻറ്റിയും വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങൾ പ്രാർത്ഥിക്കണ്ട്. ഇറ്റ്സ് എ റിയൽ ബൂസ്റ്റ്. ഇറ്റ്സ് എ റിയൽ ബൂസ്റ്റ്. അവസാനിപ്പിക്കട്ടെ. ഞാനിത് പറയുമ്പോഴെല്ലാം, see, in that land I am alone. പല സമയത്തും പല കാര്യങ്ങൾ വീഴ്ചകൾ വരാറുണ്ട്, മറവികൾ സംഭവിക്കാറുണ്ട്, തെറ്റ് പറ്റാറുണ്ട്. അവിടെ വിക്രം എന്ന് പറയുന്നൊരു സഹോദരനുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അഭാവത്തിൽ അവിടെ ശുശ്രൂഷിക്കുന്നയാൾ. വിക്രം എന്ന് പറയും, സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തൊരു സന്തോഷമാണ്. ഓക്കെ, അതുകൊണ്ട് എന്താ ഉണ്ടായത്? അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. ഞാൻ ഇവിടെ വിടട്ടെ, ഇനി കഴിഞ്ഞു വരുമല്ലോ. മോശയുടെ കൈ ഉറച്ചു നിൽക്കാനായിട്ട് കാരണമായത് എന്താ? അഹരോൻ്റെയും ഹൂരിൻ്റെയും, നമ്മൾ വേർപാടുകാരുടെ ഭാഷ പറഞ്ഞ കൈത്താങ്ങൽ മിനിസ്ട്രി. കൈത്താങ്ങൽ മിനിസ്ട്രി. ഇങ്ങനെയൊക്കെ കൈത്താങ്ങൽ മിനിസ്ട്രി ചെയ്യാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇത്ര ഊഷ്മളമായിട്ടൊരു പിതൃപുത്ര ബന്ധമുള്ള ഒരു സ്ഥലം സഭയിൽ എന്ത് രസമായിരിക്കും എന്നറിയാം കാര്യം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ തലമുറ, ഇവിടെ ഇരിക്കുന്ന ഈ തലമുറ, ഈ ഇളം തലമുറ, ഈ രീതിയിലുള്ളൊരു ബന്ധമല്ലാതെ നമുക്ക് അവരെ കർത്താവിനായി നേടാൻ I don't think we would be able to. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ബാക്കി ചില കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട്, ഇതിന് ശേഷം പറയാം. ദൈവനാമം മാത്രം.